ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. കേരളം ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. 10 വർഷമായി തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിനു വേണ്ടി ഒരു തുടർ ഭരണം എന്ന മുദ്രാവാക്യമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. വികസനത്തിന് രാഷ്ട്രീയമില്ല എന്നും അവർ അവകാശപ്പെടുന്നു. എന്നാൽ വികസനത്തിന് രാഷ്ട്രീയമില്ലേ? നമുക്കാവശ്യം തുടർ ഭരണമാണോ അതോ ഒരു ബ്രേക്കാണോ? രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ആസാദ് സംസാരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തിരഞ്ഞെടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിൽ കേരളം ഇതുവരെ സ്വാംശീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധത്തിൽ വലിയ വിള്ളലുണ്ടാവുന്ന രീതിയിൽ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം ഒരു പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ വളരെ പുരോഗമനപരമായ മുന്നേറ്റങ്ങളുടെ ഒക്കെ രീതികളെ ചരിത്രത്തെയൊക്കെ ഒരു പ്രതിസന്ധിയിലെത്തിച്ച സമയമാണത്. ആ പ്രതിസന്ധിയിലെത്തിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട റോള് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇപ്പോൾ 90കളിൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക ക്രമത്തിൻ്റെ, പുതിയ ലോകക്രമത്തിൻ്റെ ഒരു രാഷ്ട്രീയം വാസ്തവത്തിൽ അത്ര വേഗം ഏശരുതാത്ത സംസ്ഥാനമാണ് കേരളം. എന്നാൽ അത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുമെന്ന്, കേരളത്തിൽ പുതിയ സാമ്പത്തിക അധിനിവേശ ശക്തികൾക്ക് കയറി വരാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവരതിന് ഉപാധിയാക്കിയത് വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തെയാണ്, ഇടതുപക്ഷ ദൈക്ഷണിക നേതൃത്വത്തെയുമാണ്. ഇത് 90കളിൽ വലിയ തോതിൽ പുതിയ ആഗോളവൽക്കരണത്തോടെടുക്കുന്ന സമീപനം, ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് സിദ്ധാന്തങ്ങളോടെടുക്കുന്ന നിലപാട്, ലോകബാങ്ക് വെച്ച് നീട്ടുന്ന ഔദാര്യങ്ങളും അവരുടെ വ്യവസ്ഥകളോടും എടുക്കുന്ന നിലപാട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ 90ൽ നടന്നിട്ടുണ്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം, കിഴക്കൻ യൂറോപ്യൻ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ CPM ആദ്യം പറഞ്ഞൊരു നിലപാടുണ്ട്. ആ നിലപാട് ലോകത്തിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തും. ഇതിന് ബദലുണ്ട്. ഈ മുതലാളിത്തം ഏകപക്ഷീയമായിട്ട് പോവില്ല. സോവിയറ്റ് യൂണിയനിൽ പറ്റിയ തെറ്റുകൾ ഞങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരുന്നത്. വാസ്തവത്തിൽ അത് പരിഹരിക്കുകയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസ് പോലും പിന്തുടരാത്ത രീതിയിലുള്ള നവലിബറൽ പരീക്ഷണങ്ങൾക്കും പുതിയ കോർപ്പറേറ്റ് അജണ്ടകൾക്കും കീഴ്പ്പെട്ടു പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കഴിഞ്ഞ കാലത്ത് കണ്ടത്. പ്രത്യേകിച്ച് 96ൽ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ജനകീയാസൂത്രണം. ജനകീയാസൂത്രണം എന്ന് പറയുന്നത് ഒരു ബദൽ പദ്ധതിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വികസനം ഗ്രാമതലങ്ങളിലേക്ക് എത്തിക്കുന്നു, വികസനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്ക് ആസൂത്രണം നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ചെയ്യാം, അതിനു വേണ്ട ഫണ്ട് സ്റ്റേറ്റ് തരും, ഗ്രാമങ്ങൾക്ക് കൊടുക്കും, പഞ്ചായത്തുകൾക്ക് കൊടുക്കും. പക്ഷേ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവർ ജനകീയാസൂത്രണം എന്നൊരു സംഗതി ഓർക്കുന്നു പോലുമില്ല. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ജനകീയാസൂത്രണത്തെ പറ്റി അവർ സംസാരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വന്ന് ജനകീയാസൂത്രണമൊക്കെ തകർത്തു എന്ന് പറഞ്ഞാൽ അവർക്കത് വീണ്ടും കൊണ്ടുവരാൻ സമയമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം ജനകീയാസൂത്രണം എങ്ങനെ നടന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അടിത്തട്ടിലേക്ക് പണം നേരത്തെ കൊടുത്ത അത്ര പോലും കൊടുക്കുകയുണ്ടായില്ല. ഒരാസൂത്രണവും അടിത്തട്ടിൽ നടക്കാതായെന്ന് മാത്രമല്ല, നേരത്തെ ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിരുന്ന അവകാശങ്ങൾ തിരിച്ചെടുക്കപ്പെട്ടു. അത് പലതും തിരിച്ചെടുത്തു. അതുകൊണ്ട് ആസൂത്രണത്തിനൊക്കെ പുതിയ വ്യവസായ യൂണിറ്റ് വരുന്ന കാര്യത്തിലാണെങ്കിലും, ഏതെങ്കിലും മണ്ണിട്ട് നികത്തുന്ന കാര്യത്തിലാണെങ്കിലും, എന്ത് കാര്യത്തിലും ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന രീതിയിൽ ഭരണകൂടത്തിന് നേരിട്ട് ഇടപെടാവുന്ന ഒരു സംഗതിയായി മാറി. അതായത് കേന്ദ്രീകൃതമായൊരു ഭരണത്തിലേക്ക് അതിവേഗം പോയി. അപ്പോൾ ജനകീയാസൂത്രണം എന്ന് അവർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന കാര്യം വാസ്തവത്തിൽ പുരോഗമനപരമായ ഒന്നായിരുന്നില്ല അന്നും ഇന്നും എന്ന് തെളിയാണ്. അന്നും അതൊരു അജണ്ട, കോർപ്പറേറ്റുകൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ അധിനിവേശത്തിന് സ്റ്റെപ്പ് സ്റ്റോണായിട്ട്, ചുവടുവെക്കാനുള്ള ഇടമായിട്ട് അവർ കൊണ്ടുവന്ന ഒരു പദ്ധതിയെ, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയെ ഇവർ സ്വീകരിച്ച് ആനയിച്ച് ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടിപ്പോൾ ഗ്രാമസഭകളിൽ അല്ല വികസന ചർച്ച നടക്കുന്നത്. വികസന ചർച്ച നടക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിനകത്തും പാർട്ടിക്കും സെക്രട്ടേറിയറ്റ് ഭരണകൂടത്തിനും പുറത്തുള്ള മറ്റേതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിലോ ആവാം. ആ രീതിയിൽ മാറി. അതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്നിപ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമുക്ക് അഴിമതിയുണ്ടോ? എവിടെ അഴിമതി? കഴിഞ്ഞ 10 വർഷത്തിന് എവിടെയാണ്, ഉള്ളിൽ എവിടെ അഴിമതി പറഞ്ഞ് ചോദിക്കും. ഇതേ ചോദ്യം നരേന്ദ്രമോദി ചോദിക്കും.
സ്റ്റേറ്റ് സർക്കാരിനെതിരെ എന്താ അഴിമതിയാണുള്ളത്. ഈ രണ്ട് ഭരണകൂടങ്ങളും ഇപ്പോൾ നമ്മോട് ചോദിക്കുന്നത് ഇവരാരും അഴിമതി കാണിച്ചില്ല. വാസ്തവം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അഴിമതിയെ സംബന്ധിച്ച നമ്മുടെ ഡെഫിനിഷനാകെ മാറിക്കഴിഞ്ഞു. പഴയ മട്ടുള്ള 100 രൂപ കൈക്കൂലി 500 രൂപ കൈക്കൂലി എന്നൊരു സംഗതി രേഖ ഉണ്ടാക്കൽ കള്ളരേഖ ഉണ്ടാക്കൽ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പഴയ അഴിമതിയുടെ സ്ഥാനത്ത് ഭീമമായ രീതിയിലുള്ള ഒരു പുതിയ കോർപ്പറേറ്റ് പദ്ധതിക്രമം കടന്നു വന്നു. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് മാസപ്പടി വാങ്ങാം, അത് പ്രശ്നമില്ല, ടാക്സ് അടച്ചാൽ മതി. എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകൾ 8 ലക്ഷം രൂപ പ്രതിമാസം വാങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചോദിച്ചുകൂടാ. അതിന് പിന്നെ ടാക്സ് അടച്ചിട്ടില്ലേ? അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പിന്നെ ഉപാധി, ഒരു കമ്പനികൾക്കിടയിലുള്ള ഒരു കോൺട്രാക്റ്റാണ് എന്നുള്ളത് പറയാം. എന്ത് കോൺട്രാക്റ്റ്? അത് കൊടുത്ത ഏതെങ്കിലും ഒരു സഹായത്തിൻ്റെ മെയിൻ്റനൻസ് പിന്നെ ആണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു ഉപകരണം കൊടുത്തിട്ടോ ഒരു പിന്നെ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടോ അതിൻ്റെ മെയിൻ്റനൻസിന് 8 ലക്ഷം മാസം നൽകണമെങ്കിൽ എത്ര കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കും? അത് ഏതൊരു കുട്ടിക്കും ആലോചിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ മാസപ്പടി കൊടുക്കുന്നത് ഇന്ന് കുറ്റകൃത്യല്ല, അഴിമതിയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതേപോലെ പിന്നെ ഏത് പദ്ധതി വരും, എന്തുകൊണ്ടാണ് ഇത്രയേറെ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇത്തരം ആളുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ഊന്നലുകൾ പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഊന്നലുകൾ പോകുമ്പോൾ നിങ്ങൾക്ക് മോഹൻലാലിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന് 3 കോടി രൂപ ചിലവ് വരുന്നൊരു സംഗതി. ഒരു ദിവസത്തേക്ക് 600 1000 ആളെ കൂട്ടിച്ചേർത്തൊരു കോൺഫറൻസ് എന്തിൻ്റെ പേരിലായിക്കോട്ടെ, അത് ശബരിമലയുടെ പേരിലായിക്കോട്ടെ മറ്റെന്തിൻ്റെ പേരിലായിക്കോട്ടെ, അതിന് 8 കോടി രൂപ വരുന്നു എന്ന് പറഞ്ഞാൽ അത് പൊതു ഖജനാവിൻ്റെ ദുരുപയോഗമാണ്, അത് അഴിമതിയാണ് എന്ന് പറയാൻ ജനങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ രാജ്യത്താർക്കോ കഴിയാത്ത രീതിയിൽ നമ്മുടെ പൊതുബോധം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അഴിമതി എന്നുള്ള മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് മാറി പുതിയ രീതിയിൽ അഴിമതി വരികയും പക്ഷെ അത് അഴിമതിയാണെന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ജനം മെരുക്കപ്പെടുകയും അത്തരത്തിലൊരു പൊതുബോധം നിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിന് ഈ PR വർക്കൊക്കെ വളരെ വലിയ സഹായമാണ് ചെയ്യുന്നത്. ഓരോ കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എങ്ങനെയാണ് പിന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധപ്പെടുന്നത്, അവിടെ എങ്ങനെയാണ് അവിഹിതമായ നിയമനങ്ങൾ നടക്കുന്നത്, സ്വപ്ന സുരേഷ് എങ്ങനെയാണ് നിയമിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം ജഡപ്രായമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഗുമസ്തനോ ഒരു ഗാർഡോ പിടിക്കപ്പെടുമ്പോൾ പോലും ഒരു കേസിൽ വരുമ്പോൾ പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ കേരളം പണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ നേരിട്ട് സെക്രട്ടറി ഇങ്ങനൊരു അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ട് പോലും മുഖ്യമന്ത്രിയിലേക്ക് സ്പർശിക്കാൻ കഴിയാത്ത വിധം എന്ത് തരത്തിലുള്ള ഓറയാണ് മുഖ്യമന്ത്രിക്ക് ചുറ്റും വന്നത്? ഏത് പരിവേഷം കൊണ്ടാണ് മുഖ്യമന്ത്രി രക്ഷപ്പെടുന്നത്? അത് നമ്മുടെ പൊതുബോധം ഉണ്ടാക്കി കൊടുത്ത പൊതുബോധത്തിന് മേൽ ഭരണകൂടം ഉണ്ടാക്കുന്ന ഒരു സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഒരു ഭാഷാധിനിവേശത്തിൻ്റെ ഒക്കെ ഒരു അധികാര പ്രയോഗത്തിൻ്റെ ഒക്കെ കാരണം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ നമുക്കത് വളരെ പ്രകടമായിട്ട് അറിയാലോ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എപ്പോഴും പിന്നെ ഇത്തരത്തിലുള്ള എന്താ പറയുക കടന്നുകയറ്റങ്ങൾ വരുന്നത്. ഇങ്ങനെ ആളുകൾക്ക് എങ്ങനെയാണ് കയറി വരാൻ പറ്റില്ല? അതെന്തുകൊണ്ടാണ് അഴിമതിയായിട്ട് നമ്മൾ എണ്ണാത്തത്? ഇത്തരത്തിൽ ധാരാളമുണ്ട്. കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒന്നും പോകില്ല. പക്ഷേ പുതിയ കാലത്തൊരു സൗകര്യം ഇൻഫ്രാസ്ട്രക്ചർ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വൻതോതിൽ പണവികേന്ദ്രീകരണം സംഭവിക്കുന്നുണ്ട്. പല വഴിക്ക് പല ചാലുകളിലൂടെ പണം ഒഴുകാനുള്ള സൗകര്യം അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അഴിമതിയായിട്ടല്ല, വികസനമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇവിടെയാണ് വികസനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ കേരളത്തിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, കേരളം മാറിയല്ലോ, എല്ലാവരും പ്രത്യക്ഷമായിട്ട് പറയാം കേരളം എന്തൊരു മാറ്റം, നമുക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ നമ്മുടെ റോഡുകൾ. ദേശീയപാത എന്താ മലപ്പുറം ജില്ലയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ പണി ഏറെക്കുറെ പൂർണ്ണമായി കഴിയുകയാണ്. എന്ത് മനോഹരമായ പിന്നെ 6 വരി പാതയാണ്, അത്ഭുതകരമായ പാതയാണ് അതിലൂടെ പോകുന്നവർ. പക്ഷെ എത്ര പേർക്ക് അതിലൂടെ പോവാം എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 30% ആളുകൾക്ക് പോലും അതിലൂടെ പോകാൻ കഴിയില്ല. അതാണ് വാസ്തവം. 30% ആളുകൾക്ക് പോലും പോകാൻ കഴിയാത്ത പാത എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അതുണ്ടാക്കിയത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന അവരുടെ പൂർവ്വപിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ സംഭാവന കൊടുത്തും അധ്വാനിച്ചും ഉണ്ടാക്കിയെടുത്ത ഒരു പൊതുനിരത്ത്, ആ നിരത്തിൽ നടക്കാൻ വേണ്ടി വലിയ പിന്നെ സമരങ്ങൾ നടന്ന നാടാണ് കേരളം. എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമല്ല. അങ്ങനെ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതു റോഡ് കോർപ്പറേറ്റുകൾക്ക് അടിയറ വെച്ച് അവർക്ക് സ്പെഷ്യൽ എക്കണോമിക് സോണാക്കി അത് വിട്ടുകൊടുത്ത് അവിടെ കയറുന്നതിന് പ്രത്യേക ചുങ്കം കൊടുക്കേണ്ട ഒരു അവസ്ഥ.
ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു സർക്കാർ ചുങ്കം വാങ്ങൽ അല്ലാതെ സർക്കാരിൻ്റെ പൊതുസമൂഹം പൊതുജനങ്ങൾ അവരുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു റോഡോ മറ്റെന്തെങ്കിലും ഒരു സംഗതിക്ക് അവരുടെ നികുതിപ്പണത്തിൻ്റെ ശേഖരത്തിലേക്ക് ഖജനാവിലേക്ക് തന്നെ ആ പണം തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു മിനിമം ചുങ്കം ഏർപ്പെടുത്തുന്ന പദ്ധതിയല്ല ഇത്. ഇത് കോർപ്പറേറ്റുകൾക്ക് അമിതമായ ലാഭം കൊയ്യാൻ വേണ്ടി ജനങ്ങളുടെ ചിലവിൽ നിർമ്മിക്കപ്പെട്ട ഒരു റോഡായിട്ടത് മാറുന്നു. അതിൽ പൊതുസമൂഹത്തിന് യാത്ര ചെയ്യാൻ ഇപ്പോൾ പഴയ ദേശീയപാതയില്ല, പകരം സർവീസ് റോഡാണ്. ആ സർവീസ് റോഡിൽ ഒരു വണ്ടി മുന്നിൽ പോകുമ്പോൾ മുറിച്ച് കടക്കാൻ പോലുള്ളത് ഒരു വീതിയില്ലാത്ത 7 മീറ്ററിൽ താഴെ മാത്രം വീതിയിലുള്ള സർവീസ് റോഡാണുള്ളത്. അതായത് വലിയ ദേശീയപാത വെട്ടിച്ചുരുക്കി ജനങ്ങൾക്ക് വേണ്ടി വെറും 7 മീറ്റർ പാതയായിട്ട് സൈഡിലാക്കി മാറ്റിക്കഴിഞ്ഞു. അതായത് 75% ആളുകൾക്കും സഞ്ചരിക്കാനുള്ള പഴയ ദേശീയപാതയിൽ നിന്ന് 7 മീറ്റർ പാതയിലേക്ക് വെട്ടിച്ചുരുക്കി ഒരു 30% ധനാഢ്യർക്ക്, മന്ത്രിമാർക്കും മറ്റ് പദവികളിലിരിക്കുന്നവർക്കൊക്കെ പോകാൻ വേണ്ടി 6 വരി പാത നിർമ്മിക്കുന്നതിന് കേരളത്തിലെ ജനം വികസനം എന്ന് പറയുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം ഇത് വരും തലമുറയാണ് എന്ന് പറഞ്ഞാൽ പോലും വരും തലമുറയ്ക്കും അതിലൂടെ കയറാൻ അർഹതപ്പെട്ട എത്ര പേരുണ്ടാവും? ഇത് പൊതുസമൂഹം ആർക്ക് വേണ്ടിയാണ് വികസനം? എന്താണ് വികസനം? ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ AKG തന്നെയാണ് അത് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. AKG അമരാവതി സമരം നടക്കുമ്പോൾ അമരാവതിയിലേക്ക് കുടിയിറക്കപ്പെട്ട ഒരു കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്. അവർ കുടിയിറക്കിയത് ഇടുക്കിയിൽ അണക്കെട്ട് പദ്ധതി വരുന്ന 1969 ഇടുക്കി പദ്ധതി വരുമ്പോൾ ആ പദ്ധതി പ്രദേശത്ത് നിന്ന് കുടുംബങ്ങൾ ഇറക്കി വിട്ടു. വാസ്തവത്തിൽ ആ കുടുംബങ്ങൾക്ക് അവിടെ പട്ടയമില്ല, ആ ഭൂമി അവരുടേതല്ല, അവർ കുടിയേറി താമസിച്ചവരാ. പക്ഷേ അവർ ഒഴിവാക്കിയപ്പോൾ അവരുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് AKG അവർക്ക് പുനരധിവാസം കൊടുക്കണം, അതുവരെ സമരം ചെയ്യുന്നതാണ് അവിടെ ഇരിക്കുക ചെയ്യുന്നത്. അതാണ് അമരാവതി സമരം. പാർട്ടി തീരുമാനിച്ചെടുത്ത തീരുമാനമേ അല്ല അത്. ആ സമരത്തിൽ AKG ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ ഇടുക്കി പദ്ധതി പോലുള്ള പദ്ധതി നടത്തിക്കോ, പക്ഷെ ആ പദ്ധതിയുടെ ചെലവ് കണക്കാക്കുമ്പോൾ പദ്ധതി ചെലവിൽ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടേണ്ട മനുഷ്യരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പുനരധിവാസം ഉറപ്പാക്കുന്നതിന് വേണ്ട ചെലവ് കൂടി പദ്ധതിയുടെ ചെലവിനത്ത് കൊണ്ടുവരണം. അങ്ങനെ പദ്ധതി ചെലവിൽ അതുകൂടി നിർവഹിക്കണം. അതിന് ഇവർക്ക് ആധാരമുണ്ടോ പട്ടയമുണ്ടോ എന്നുള്ള പ്രശ്നമല്ല, മനുഷ്യർക്ക് വേറെ ഇടമില്ല താമസിക്കാൻ. അത്തരം ആളുകളെ സ്റ്റേറ്റ് സംരക്ഷിക്കണം. സ്റ്റേറ്റിൻ്റെ വികസനം എന്ന് പറയുന്നത് അതുകൂടി ചേർന്നതാണ് എന്ന് 1969-70 അമരാവതി സമരകാലത്ത് AKG പറയുന്നുണ്ട്. ഇപ്പോഴും ഇവർക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം അത് ആരുടേതാണ് വികസനം. ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട പ്രാന്തവൽകൃതരാക്കപ്പെടുന്ന ഒരു വലിയ ജനസമൂഹത്തിന് കൂടി ഉപകാരപ്പെടേണ്ടതാണ്. വാസ്തവത്തിൽ ഇപ്പോൾ ചെയ്തെന്താ, കൂടുതൽ പ്രാന്തവൽക്കരിക്കുന്നു. ഇപ്പോൾ വലിയ മതിൽ കെട്ടി 7 അടി ഉയരത്തിലുള്ള ഒരു റോഡ് പോകുമ്പോൾ നമ്മുടെ പല ചെറിയ അങ്ങാടികളില്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ കച്ചവടം 5000 രൂപ ഒരു ദിവസം കച്ചവടം നടന്ന കടകളിൽ ഇന്ന് 500 രൂപയുടെ കച്ചവടം പോലും ഇല്ല. അവിടെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ ആവുന്നത്, കച്ചവടക്കാർ കച്ചവടമില്ലാതെ, ഓട്ടോക്കാർ ഓട്ടോ ഓടാതെ, പരസ്പരം കാണാതെ ഒരേ തെരുവ് 2 ഭാഗത്തായിട്ട് വിഭജിക്കപ്പെട്ടു. കടകൾ പൂട്ടി, പല കടകളും പൊളിച്ചു. സത്യത്തിൽ ചെറിയ ചെറിയ അങ്ങാടികൾ പോയി. ഈ അങ്ങാടികൾ പോകുമ്പോൾ നമ്മുടെ റൂറൽ എക്കോണമി, ഗ്രാമീണമായ സമ്പദ്ഘടന അത്യഗാധമായ ഒരു പിളർപ്പിനെ നേരിടുന്നു, വലിയ പ്രതിസന്ധിയെ നേരിടുന്നു. അപ്പോൾ ഈ വികസനം എങ്ങനെ നിങ്ങളുടെ ഗ്രാമീണ സമ്പദ്ഘടനയെ തകർക്കുന്നതാവണോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് കേരളീയ സമൂഹത്തെ ഇങ്ങനെ അതിഭീകരമാം വിധം വിഭജിക്കുകയാണ്. വാസ്തവത്തിൽ സാമ്പത്തികമായി വിഭജിക്കുന്നു, മറ്റൊരിടത്ത് അത് വർഗീയമായും വംശീയമായും ഒക്കെ ഈ വിഭജനം നീണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് വികസനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ദളിത്തുകളെ, ആദിവാസികളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഇതൊരു വലിയ വിഷയമാണ്. ഇപ്പോൾ ദളിത്തുകളോടുള്ള സംസാരം, ദളിത്തുകൾ എന്നുള്ളത് പോലും അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പൊതുപ്രവണതയായി മാറുന്നത് വിഭജനം എന്നുള്ളതും വിവേചനം എന്നുള്ള ഒരു ശീലമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പണ്ട് കഴിഞ്ഞ ഒരു 50-60 കൊല്ലം മുമ്പ് വളരെ സാധാരണമായിരുന്ന ചില നമ്മുടെ ചൊല്ലുകളൊക്കെ, പഴഞ്ചൊല്ലുകളൊക്കെ തിരിച്ചു വരിക. ഈ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ എന്നൊക്കെ പറയുന്ന അത് ഇപ്പോൾ തിരിച്ചു വരികയാണ്. പിന്നെയും ചങ്കരൻ തെങ്ങയിൽ തന്നെ എന്നൊക്കെ പറയുന്ന പോലത്തെ ഉപമകൾ. ഈ ഉപമ വെറുതെ തിരിച്ചു വരുന്നതല്ല, അത് ശ്മശാനത്തിൽ നിന്ന് നമ്മുടെ ശവക്കല്ലറകൾ പൊളിച്ചു വരികയാണ് പഴയ ചൊല്ലുകൾ. അത് വെറുതെ അല്ല, നമ്മുടെ ബോധത്തിലേക്ക് വീണ്ടും ഒരു പുനരുത്ഥാനത്തിൻ്റെ ഒരു ബ്രാഹ്മണിക്കലായ ഒരു തോട്ടിൻ്റെ സംഗതി കടന്നു കയറിയുണ്ട്. എല്ലാ വിഭാഗം ധനാഢ്യരായ മനുഷ്യരിലും മിഡിൽ ക്ലാസിൻ്റെ ഒരു വലിയ വിഭാഗത്തിനിടയിലേക്കും ഈ ബ്രാഹ്മണിക്കൽ ഓർഡർ ഭാഷയിലും പെരുമാറ്റത്തിലൊക്കെ കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഈ അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാലും എന്നുള്ള സംഗതിയൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ പൊതു ചർച്ചയിൽ കടന്നു വരുന്നു എന്നുള്ള മാരകമായ പ്രശ്നം വരുന്നത്.
ഞാൻ പറയുന്നത് വികസനം എന്ന് പറയുന്നത് ഈ പിറകിലായ സമൂഹങ്ങളെ മുന്നോട്ട് കൊണ്ടുവരലാണ് വാസ്തവത്തിൽ വികസനത്തിൽ ആദ്യ അജണ്ടയാവേണ്ടത്. പക്ഷേ അത് ഏറ്റവും ഭീകരമായി അട്ടിമറിച്ച ഒരു സർക്കാരാണ് ഇപ്പോഴുള്ള പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ. അതുകൊണ്ട് വികസനം എന്ന് പറഞ്ഞ് ഈ കാണിക്കുന്ന വിഭജന രേഖയല്ലാതെ അവർക്ക് മുന്നോട്ട് വെക്കാൻ മറ്റെന്താ ഉള്ളത്, മറ്റേത് തരത്തിലുള്ളത്? ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ റോഡ് വളരെ മനോഹരം, പുതിയ സ്കൂൾ കെട്ടിടം ഒക്കെ ഉണ്ട്. പക്ഷേ സ്കൂൾ കെട്ടിടത്തിന് അകത്തേക്ക് നോക്കുമ്പോൾ എന്താ സ്ഥിതി? നിങ്ങളുടെ കരിക്കുലത്തിൽ വരുന്ന മാറ്റം ആരാ തീരുമാനിക്കുന്നത്? പുതിയ വിദ്യാഭ്യാസ ക്രമത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്? PM ശ്രീ സ്വീകരിക്കുമ്പോൾ മന്ത്രി പറഞ്ഞ കാര്യം എന്താണ്? അതിൽ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പ്രശ്നം മനസ്സിലാവുന്നില്ല. PM ശ്രീയിൽ എന്താ പ്രശ്നം എന്ന് മനസ്സിലാവില്ല. PM ഉഷ പദ്ധതിയിൽ എന്താ പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല. 10 കൊല്ലം മുമ്പ് DPPയിൽ എന്താ പ്രശ്നം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പദ്ധതിക്കകത്തേക്ക് കടത്തിവിടുന്നത് പുതിയ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ തരത്തിലുള്ള ഡ്രോപ്പ് ഔട്ട്സ് വേണം, അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള സാങ്കേതിക ജ്ഞാനമുള്ളവർ മതി, അവർക്ക് ആവശ്യമുള്ളതിലധികം ചിന്തിക്കുന്നൊരു വിഭാഗമേ ഉണ്ടാവേണ്ടതില്ല. അത്തവിധം അതിനാണ് 3ാം വയസ്സ് മുതൽ 8ാം വയസ്സ് വരെ എന്താണ് കുട്ടികൾ പഠിക്കേണ്ടത് നിർബന്ധ ഈ നഴ്സറി എന്നുള്ളത് പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ പഠനക്രമം തീരുമാനിക്കുന്നത് MHRD ആണ്, അവരുടെ പദ്ധതിയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് സ്റ്റേറ്റിൽ അത് മാറ്റം വരുത്താൻ പറ്റുമെന്നാണ് കേരളത്തിലെ പിണറായി സർക്കാർ പറഞ്ഞത്. മാറ്റം വരുത്താൻ പറ്റില്ല. പുതിയ വിദ്യാഭ്യാസ നയം പഠിച്ച എല്ലാവർക്കും അറിയാം. ഇവിടെ മാറ്റം വരുത്താനേ പറ്റില്ല. MHRDക്കേ പറ്റൂ, അല്ലെങ്കിൽ മേലെ NCERTക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ പറ്റില്ല. ഇവിടെ വേണമെച്ചാൽ അത് കൂട്ടി അതിന് ചില തൊങ്ങലുകളൊക്കെ വെക്കാം എന്നല്ലാതെ മറ്റൊന്നും കഴിയില്ല. അതിപ്പോൾ അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ സാങ്കേതികമായ പുതിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. നിങ്ങളെ വംശീയമായ പഴയ വിഭാഗീയമായ ചിന്തകളിലേക്കും പഴയ അടിമ മനോഭാവത്തിലേക്കും ഒരു ജനതയെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വികസനമാണ് വാസ്തവത്തിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞില്ല. ആരോഗ്യത്തിൽ ഏറ്റവും പ്രകടമായിട്ട് കാണുന്നൊരു സംഗതി അത്. ഇപ്പോൾ നമ്മുടെ ചെറിയ ക്ലിനിക്കുകളൊക്കെ വിഴുങ്ങപ്പെട്ടു. വാസ്തവത്തിൽ നമ്മുടെ പേരല കോളേജ് അധ്യാപകരെക്കാൾ കഷ്ടമാണ് പുതിയ നേഴ്സ് മുതൽ ഡോക്ടർമാർ വരെയുള്ള ആളുകളെ. കോർപ്പറേറ്റുകൾ കോഴിക്കോടൊക്കെ ബേബി മെമ്മോറിയൽ പോലുള്ള ആശുപത്രിയൊക്കെ കോർപ്പറേറ്റുകൾ വിഴുങ്ങി കഴിഞ്ഞു. മിക്കവാറും കേരളത്തിലെ ഇതൊന്നും അറിയാതിരിക്കുന്ന കേരളത്തിലെ സർക്കാരാണ്. വാസ്തവത്തിൽ അത്ഭുതകരമായൊരു കാര്യത്തിനാണ് എന്ത് ആരോഗ്യരംഗത്ത് ചെയ്യേണ്ടത്. വലിയ കെട്ടിടം ഉണ്ടാവില്ലല്ല, അടിത്തട്ട് വരെ എന്താ പറയുക, വലിയ യോഗ്യതയുള്ള ഡോക്ടർമാരെന്നല്ല, വലിയ ബന്ധങ്ങളുള്ള, രോഗമറിയുന്ന ജനങ്ങളുമായി ബന്ധമുള്ള ഡോക്ടർമാർ. മുമ്പ് ആന്ധ്രാപ്രദേശിലൊക്കെ ഉണ്ടായിരുന്നു പീപ്പിൾസ് ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഈ പീപ്പിൾസ് ക്ലിനിക്കിൽ പലരും ഒരെണ്ണ ഡോക്ടർ, 5 പൈസ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് 2 രൂപ ഡോക്ടർ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഒരു സാംസ്കാരിക നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആന്ധ്രാപ്രദേശിൽ പണ്ട് രൂപപ്പെട്ടത് പീപ്പിൾസ് ക്ലിനിക്ക്. അതിൽ പലരും കേരളത്തിൽ വന്നിട്ട് അത്തരം ക്ലിനിക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഇപ്പോൾ മറ്റേ ഛത്തീസ്ഗഡിലും ഇവരുടെയൊക്കെ വിനായക് സെന്നിൻ്റെയൊക്കെ ഇതാണ്, ആ ഒരു ട്രഡീഷനിലുള്ളതാണ് പീപ്പിൾസ് ക്ലിനിക്ക്. അങ്ങനെ പീപ്പിൾസ് ക്ലിനിക്ക് തുടങ്ങണം എന്ന് നമുക്ക് തോന്നില്ല. മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് തലം വരെയുള്ള ഹെൽത്ത് സെൻ്ററുകൾ ഉണ്ട് എന്ന് പറയുന്നിടത്ത് മുഴുവൻ സമയത്ത് ഇത്തരത്തിൽ ഒരു ഇത് കിട്ടുന്ന രീതിയിലേക്ക് അത് വികസിപ്പിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല അസുഖം എന്നുള്ളതിനേക്കാൾ അസുഖം വരാതിരിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. ആരോഗ്യത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു സങ്കല്പം മരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടല്ല. പുതിയ എല്ലാ തരത്തിലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ എല്ലാവർക്കും എല്ലാ ടെസ്റ്റ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് രോഗത്തെ തടഞ്ഞു നിർത്തുന്ന രീതിയിൽ നമ്മുടെ ജലം, നമ്മുടെ വായു, നമ്മുടെ മണ്ണ് മലിനീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ട എന്ത് ചെയ്യുന്നു എന്നാൽ അതൊരു പദ്ധതിയുടെ ഭാഗമാവുന്നില്ല. എല്ലായിടത്തും പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ധനവിനിമയ ഇടപാടുകൾ മുഴുവൻ എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് വികസനം എന്ന പേരിൽ. എന്നാൽ അതിനകത്ത് നടക്കേണ്ട ആസൂത്രണം നടക്കുന്നില്ല. ഇപ്പോൾ ദേശീയപാത റോഡുകളിൽ കൂടുതൽ വാഹനം വരുന്നു, റോഡ് വീതി കൂട്ടണ്ടേ എന്ന് ചോദിക്കും. പക്ഷേ ഏതൊക്കെ വാഹനം ഏതൊക്കെ സ്ഥലത്ത് യാത്ര ചെയ്യാം, കേരളത്തിന് എന്തുമാത്രം വാഹനം വേണം, അതിൽ ജലഗതാഗതം എങ്ങനെ ഉപയോഗിക്കാം, അതിൽ റെയിൽ എങ്ങനെ ഉപയോഗിക്കാം, അത് വായു എങ്ങനെ ഉപയോഗിക്കാം എന്ന രീതിയിലുള്ള ഗതാഗത ആസൂത്രണം എന്ന് പറയുന്ന സാധനം നമുക്കില്ല. നമുക്ക് ഓരോ മേഖലയും വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെയാണ് ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ആസൂത്രിതമായ പദ്ധതി നടപ്പാക്കാനില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം DPP നടപ്പാക്കുമ്പോൾ അത് ചർച്ച ചെയ്തില്ല കേരളത്തിൽ. PM ശ്രീ പദ്ധതി വരുമ്പോൾ ചർച്ച ചെയ്യുന്നില്ല കേരളത്തിൽ. PM ഉഷ പദ്ധതി ചർച്ച ചെയ്തില്ല. ഡിഗ്രി കോഴ്സ് 4 വർഷമാക്കുന്നത് ചർച്ച ചെയ്യാതെ അംഗീകരിപ്പിച്ച അതിൻ്റെ അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെയും അധ്യാപക സംഘടനയുടെയും ഒക്കെ വലിയ ശക്തി ഉപയോഗിച്ചിട്ട് നടപ്പാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ വാസ്തവത്തിൽ അത് ഈ മേഖലയിലെ പ്രഗത്ഭരെ വെച്ച് ചർച്ച ചെയ്ത് നമ്മളൊരു ആസൂത്രണം നടത്തിയിട്ടേ ഇല്ല. ഉന്നത വിദ്യാഭ്യാസത്തിന് ഹബ്ബായി മാറുന്ന ഒരു ഭാഗത്ത് പറയുമ്പോൾ ഇന്ന് ഒരു വാർത്ത ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 100ന് പുറത്ത് 54ാം സ്ഥാനത്ത് നിന്ന് ലോക റാങ്കിങ്ങിൽ 100ന് പുറത്തേക്ക് പോയി. കാരണം മുമ്പ് പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ വരുന്നത് വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്.
നമുക്കറിയാലോ എന്താ സംഭവിക്കുന്നത്. അവിടുത്തെ നിയമനം നടക്കുന്നത് എങ്ങനെയാണ്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിയമനം, പിന്നെ ഏറ്റവും മെറിറ്റുള്ള ആളുകളെ കൊണ്ടുവരിക എന്നല്ല അവർ പറയുന്നത്. ഒരു ശരാശരി മെറിറ്റിലെത്തിയാൽ പിന്നെ നമുക്ക് താല്പര്യമുള്ളവരെ വയ്ക്കാം. അത് ഈ സമൂഹത്തോട് പറയുമ്പോൾ സമൂഹത്തിലൊരു കോളിളക്കം ഉണ്ടാക്കുന്നില്ല. ഏറ്റവും മെറിറ്റുള്ളവർ വേണം ഞങ്ങളുടെ നാട്ടിൽ പഠിപ്പിക്കാൻ എന്ന് രക്ഷിതാക്കൾ പറയണം, വിദ്യാർത്ഥികൾ പറയണം, മറ്റ് പൊതുസമൂഹം പറയണം. പക്ഷേ ഏറ്റവും മെറിറ്റുള്ളവർ വേണം എന്ന് നിയമത്തിലില്ല. അതാണ് സാങ്കേതികത്വം. അതിൽ എത്ര 60% ഉണ്ട്, അതുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾക്ക് മെച്ചപ്പെട്ടത് ഞങ്ങൾക്ക് തോന്നുന്നവരെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഏത് മന്ത്രിയുടെ ഭാര്യയെ എടുക്കാം, മന്ത്രിയുടെ ബന്ധുക്കളെടുക്കാം, നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുക്കുന്നവരെ എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ടാണ് യൂണിവേഴ്സിറ്റികൾ നിറച്ചിട്ടുള്ള അവരെ കൊണ്ടാണ്. പക്ഷേ യൂണിവേഴ്സിറ്റികളിലിരുന്ന് ഗവേഷണം നടത്താൻ കഴിയുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, സംഭാവനകൾ ചെയ്യുന്ന ആളുകൾ യൂണിവേഴ്സിറ്റികളുടെ പുറത്താണിപ്പോൾ, അവിടെ കയറുന്നില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ പിന്നെ എങ്ങനെ മെച്ചപ്പെടുന്നത്? ഇതാണ് കേരളത്തിലെ എല്ലാ മേഖലയിലും വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഊരാളുങ്കൽ പോലെയുള്ള സൊസൈറ്റികൾക്ക് മുൻനിർത്തി അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അത് പാർട്ടി സമൂഹമാവും രാഷ്ട്രീയ സമൂഹമാവും. ഇവർക്ക് പല രീതിയിൽ ആനന്ദിക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. മറിച്ച് ഇതിനകത്തേക്ക് കടന്നാൽ ഈ ദൈക്ഷണിക സമൂഹം അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഉപഭോക്തൃ സമൂഹം ഇവർക്കൊക്കെ അനുകൂലമായ ഒരു വികസന ആസൂത്രണം എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കാത്തതെന്നുള്ള പ്രശ്നമാണ്. അവിടെയാണ് മണ്ണ് മാന്തുന്ന പാരിസ്ഥിതികമായ ആഘാതത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള ഒരു സംഗതിയും അവശ്യ സമൂഹങ്ങളുടെ ജീവിതത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. തീരദേശത്തെ മനുഷ്യരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ ചർച്ച ചെയ്യുന്നില്ല. അവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോകേണ്ട അവസ്ഥയിൽ മനുഷ്യർ എത്തിപ്പെടുന്നത്. അത്തരം അനേക പ്രശ്നങ്ങളല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഈ ആസൂത്രണത്തിൽ വരുത്തേണ്ട മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ ചോദിക്കുന്നത് ഈ വികസനത്തിൻ്റെ, അത് അവരെ സംബന്ധിച്ച് ഭദ്രമാണ്. കാരണം അവരുടെ സാമ്പത്തിക ഭദ്രതയുണ്ട്, അവരുടെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ സാമ്പത്തിക ഭദ്രതയുടെ താഴത്ത് ഒരു വലിയ സമൂഹത്തെ ഇവർ അടിമകളെ പോലെ അണിനിരത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതായത് അടിത്തട്ട് വരെ വികേന്ദ്രീകരിച്ചത് സത്യത്തിൽ ആസൂത്രണമല്ല, ഈ ധനവിനിയോഗത്തിൻ്റെ ഇത്തരം ആർത്തികളുടെയും ആചാരങ്ങളുടെയും ഒക്കെ ദുസ്വഭാവങ്ങൾ അടിത്തട്ട് വരെ എത്തിച്ചിട്ട് ഒരു തരം ആ ഒരു ദുരാചാരങ്ങളുടെ ആ ആചാര സംരക്ഷണ സമിതിയായിട്ട് പുരോഗമന പാർട്ടികൾ പോലും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അവർ വേറിട്ട് ചിന്തിക്കില്ല. അവർക്ക് ഒരു യജമാനൻ ഇല്ലാതെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു അടിമക്കൂട്ടങ്ങളുണ്ടാക്കി. ഒരു യജമാനനില്ലാതെ ചിന്തിക്കുന്ന പല യജമാനന്മാർ ഉയർന്നു വരുന്നവരെ കളിയാക്കാൻ പോലും തോന്നുന്ന ആളുകളായിട്ട് പെരുമാറുക. കാരണം സ്വന്തം യുക്തി കൊണ്ട് ചിന്തിക്കുന്നില്ല, ഒരു ലോജിക്കും വേണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ മാറിക്കഴിയും. അപ്പോൾ അവർക്ക് ഇത് നിലനിർത്തണം. ഇത് നിലനിർത്താൻ ഈ ആളുകളെല്ലാം കൂടി നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ഗീബൽസൊക്കെ വളരെ നിസ്സാരനായി തീരാണ്. അങ്ങനെയുള്ള ഒരു പുതിയ പ്രൊപ്പഗണ്ട യന്ത്രം പിന്നെ കേരളത്തിൽ വലിയൊരു യന്ത്രമാണ് പ്രവർത്തിക്കുന്നത്. ആ യന്ത്രത്തിന് അധികാരം നിലനിർത്തിയേ പറ്റൂ. ആ യന്ത്രത്തോട് കേരളത്തിൽ ചെതറിക്കിടക്കുന്ന മനുഷ്യർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊരുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇപ്പോൾ അവരെ ഒന്നിപ്പിക്കാൻ ഒരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് പറ്റണം. കാരണം ഫാഷിസത്തിനെതിരായ ഇത്തരത്തിലുള്ള സ്വേച്ഛാധികാരങ്ങൾക്കെതിരായ സമരമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം. മനുഷ്യൻ സ്വതന്ത്രമായി ശ്വാസം വലിക്കാൻ കഴിയണം, ശ്വസിക്കാൻ പറ്റണം, സംസാരിക്കാൻ പറ്റണം, ഭക്ഷണം കഴിക്കാൻ പറ്റണം, വേഷം ഇടാൻ പറ്റണം, സഞ്ചരിക്കാൻ പറ്റണം. അതിന് പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന, പഠിച്ച് പിന്നെ പരീക്ഷ എഴുതിയാൽ ടെസ്റ്റ് എഴുതിയാൽ PSCയിൽ വന്നാൽ ജോലി കിട്ടുമെന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവണം. ഒന്നാം റാങ്ക് കിട്ടിയിട്ടും ഇങ്ങനെ പുറത്ത് നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. പിൻവാതിൽ നിയമനം ഉണ്ടായിക്കൂടാ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ തൽക്കാലം തുടർന്നും ഇതേ ഭരണകൂടം പോവുകയാണെങ്കിൽ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് ഇന്ത്യ മുന്നണി ശക്തിപ്പെടണം. കേരളത്തിൽ ഇന്ത്യ മുന്നണി തന്നെ BJP അനുകൂല നിലപാടെടുക്കുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന CPM ചെയ്യുന്നത്. സത്യത്തിൽ തുടക്കം തൊട്ടേ ഭരണത്തിന് ആദ്യം തൊട്ടേ നരേന്ദ്രമോദിയായിട്ടും ഗഡ്കരിയായിട്ടും BJP ആയിട്ടുള്ള വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു. ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഏറെക്കുറെ കേന്ദ്ര അമിത്ഷാ ആണ് എന്നുള്ളത് 10 വർഷത്തെ യാഥാർത്ഥ്യമാണ്. വ്യാജ ഏറ്റുമുട്ടൽ കൊല നടന്നപ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടതാണ്. ഒരുപക്ഷെ കേരളത്തിലേക്ക് വ്യാജ ഏറ്റുമുട്ടൽ കൊലകൾ വ്യാപകമായി കൊണ്ടുവന്നത് പിണറായിയാണ്. കസ്റ്റഡി മരണം വ്യാപിച്ചു. കസ്റ്റഡി മരണം എത്രമേൽ കസ്റ്റഡി മരണം ഉണ്ടായി. നമ്മൾ എത്ര ഭീകരമായിട്ട് വയലൻസ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ തെരുവുകളിലേക്ക് എത്രമേൽ വന്നത് ഏത് കാലത്താണ്? അതിഭീകരമായ തോതിൽ. ഇത് വരാനുള്ള കാരണം ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥത ഒക്കെയാണ് നമുക്കറിയാലോ. അപ്പോൾ ഈ ഭരണം മാറി വരിക എന്നുള്ളത് ഇതിനെ നിർത്തുന്ന അവർക്കും നല്ലതാണ്. CPMനും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനും ഇനി അല്പകാലം കൂടി ജീവിച്ചിരിക്കണമെങ്കിൽ, വാസ്തവത്തിൽ ബംഗാളിലൊക്കെ പറ്റിയ ഒരു കെടുതി പറ്റാതിരിക്കണമെങ്കിൽ കുറച്ച് കാലമെങ്കിലും ഒന്ന് പ്രതിപക്ഷത്തേക്ക് മാറാതെ അവർക്കും നിലനിൽക്കാൻ പറ്റില്ല. അവർ നിലനിൽക്കണമെങ്കിൽ
അവർക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ രാജ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനത്തിനൊപ്പം നിന്നിട്ടേ പറ്റൂ. ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. രാജ്യത്ത് BJP പോലുള്ള തീവ്ര വലതുപക്ഷത്തിനെതിരെ പൊരുതുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. അതിൽ തന്നെ 90കളിൽ എടുത്ത നിലപാട് പൂർണ്ണമായും ശരിയായില്ല എന്നും നെഹ്റുവിയൻ പാതയിലേക്ക് തിരിച്ചു പോവുകയാണ് ഉത്തമം എന്ന് ബോധ്യമുള്ള ഒരവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധിയൊക്കെ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം രാഹുൽ ഗാന്ധി പറയുന്ന ഈ നിലപാടിൽ നിന്നും ബഹുദൂരം വലതുപക്ഷത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന പാർട്ടി. അതുകൊണ്ട് ആ അർത്ഥത്തിൽ VD സതീശനൊക്കെ പറയുന്ന ഒരു കുറച്ചുകൂടി ഇടതുപക്ഷ മുഖം ഇപ്പോൾ കോൺഗ്രസ്സിന് ഉണ്ടായിത്തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇടതുപക്ഷ പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടി ഇടതുപക്ഷ മുഖം കേരളത്തിൽ CPM-നേക്കാൾ ഇടതുപക്ഷ മുഖം ഉണ്ടാകുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് തന്നെയാണ്. വാസ്തവത്തിൽ അത് നിലനിന്നാലും ഇല്ലെങ്കിലും ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ആ ബ്രേക്കിന് UDF വന്നേ പറ്റൂ. BJP അല്ല വരേണ്ടത്. 10 വർഷം കൊണ്ട് BJP-യുടെ അടിത്തറയാണ് കേരളത്തിൽ വലുതായിട്ടുള്ളത്. ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം കോൺഗ്രസ്സിൽ നിന്ന് എല്ലാവരും BJP-യിലേക്ക് പോകുകയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ തൊട്ട മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താ? CPM MLA-മാരായിരുന്നവർ അല്ലെങ്കിൽ LDF MLA-മാരായിരുന്നവരുടെ 3 പേരായിട്ടാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഇന്നലെ കൂടി പിന്നെ ഒരു കഴക്കൂട്ടത്തിൻ്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ പോവുകയാണ്, ഏരിയ കമ്മിറ്റി മെമ്പർ പോവുകയാണ്. ഇത്തരത്തിൽ CPM-ൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നൊക്കെ BJP-യിലേക്ക് തുരുതുരാ പോകുന്നു. ബംഗാളിലെ പോലെ പോകുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിപ്പെടുകയാണ്. സമാസമമായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ പാർട്ടികളൊക്കെ. ആ അവസ്ഥയിൽ UDF എന്ന് പറയുന്നത് ഇപ്പോൾ UDF തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും UDF-ൻ്റെ പലതിനോടും വിയോജിപ്പ് ഇപ്പോൾ പ്രത്യേകിച്ച് സണ്ണി കപ്പിക്കാടിനോടൊക്കെ ചെയ്തുള്ള ഇത് വളരെ മോശമാണ്. സണ്ണി കപ്പിക്കാടിനെ പറ്റിയൊക്കെ അജിത് അറേലിനെ പോലുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ എടുക്കുന്ന നിലപാട് വളരെ വളരെ മോശമാണ്. അതൊരാളോടുള്ളതല്ല, അതൊരു ദളിത് കമ്മ്യൂണിറ്റിയോട്, കേരളത്തിലെ അടിച്ചമർത്തപ്പെടുന്ന സമൂഹങ്ങളോട് ഒക്കെ കാണിക്കുന്ന വലിയൊരു ചതി അതിനകത്തുണ്ട്. അവരെ തിരിച്ചറിയുക എന്ന് പറയുന്നൊരു വലിയ കുറ്റകൃത്യം അതിനകത്തുണ്ട്. അപ്പോൾ അതൊരാളെക്കുറിച്ചല്ല. സണ്ണിയും കപ്പിക്കാട് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്ത് അത് നൽകുന്നൊരു സന്ദേശം കേരളത്തിലെ ഒപ്രസ്ഡായ ഒരു സമൂഹത്തെ UDF പരിഗണിക്കുന്നു എന്നുള്ളായിരുന്നു. ജാനുവിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർ തോൽക്കുകയോ ജയിക്കുകയോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളൊരു സന്ദേശം നൽകുന്നിടത്ത് വളരെ തുച്ഛമായ പ്രശ്നങ്ങൾ മുൻനിർത്തി, വിയോജിപ്പുകൾ മുൻനിർത്തി, അല്ലെങ്കിൽ ചില തമ്മിൽ തല്ലുകൾ വെച്ച് അതൊക്കെ തള്ളിക്കളഞ്ഞ് ആ സാധ്യതകൾ തകർത്തിട്ടുണ്ട് UDF. അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ചരിത്രം ആവശ്യപ്പെടുന്നു ഇപ്പോൾ CPM തിരിച്ചു വരണമെന്നല്ല, BJP വളരണം എന്നല്ല. ഈ സമയത്ത് UDF അവർ വിചാരിക്കുന്നതിൽ കവിഞ്ഞ ഒരു ആവശ്യം അവർ വരുന്നതിലുണ്ട്. അവരത് എത്ര തിരിച്ചറിഞ്ഞു എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ ഈ സന്ദർഭം UDF തിരിച്ചു വരിക എന്നുള്ളത് കേരളത്തിലെ മനുഷ്യരുടെ മനുഷ്യത്വത്തിൻ്റെ, ധാർമ്മികതയുടെ, ജനാധിപത്യ ബോധത്തിൻ്റെ, മതനിരപേക്ഷ ബോധ്യങ്ങളുടെ ഒക്കെ അനിവാര്യതയായി തീർന്നിരിക്കുകയാണ്. ആ അനിവാര്യത കൊണ്ട് UDF-നെ പിന്തുണയ്ക്കുക എന്നുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികൾ പലരും പുറത്തുണ്ടാവാം, പക്ഷേ UDF ഇത്തവണ വലിയ 100-ലേറെ സീറ്റ് നേടി തന്നെ വന്നാൽ മാത്രമേ കേരളത്തിൽ പിന്നെ അത് ഒരു അവസാനമാണെന്നോ അതുകൊണ്ട് കേരളം മുഴുവൻ അങ്ങ് പുഷ്കലമായി തീരുന്നല്ല, മറിച്ച് ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ കേരളം അതിവേഗം തകർന്നു പോകും എന്നുള്ളതുകൊണ്ട് ഈ ഒരു മാറ്റം അനിവാര്യമാണ്. UDF-നെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്.